ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനീസിൻ്റെ ബാക്കി പോർഷനാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ മെയിനായിട്ട് എന്താ നോക്കിയിട്ടുണ്ടായിരുന്നത്, ബാങ്കിങ് കമ്പനീസിന് എന്തൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെന്ന് നോക്കി. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ആണ് വേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ഫോർമാറ്റും അതിൽ വരുന്ന ഷെഡ്യൂളുകൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനുമാണ് നേരത്തെ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോണത് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ബാലൻസ് ഷീറ്റിൻ്റെ ആ ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂളുകളാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഓരോ ഷെഡ്യൂളുകളിൽ എന്തെല്ലാം വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഷെഡ്യൂൾ 1 ക്യാപിറ്റൽ. ഷെഡ്യൂൾ 1 ക്യാപിറ്റലിൽ എന്തൊക്കെയാണ് വരുന്നത്? നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ക്യാപിറ്റൽ. നാഷണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓൺഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ബാങ്ക്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറമെയുള്ള ബാങ്ക്സിലുള്ളത്, അതായത് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ക്യാപിറ്റലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ബാങ്കുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ നമ്മൾ എഴുതണം. അതുപോലെ തന്നെ അതർ ബാങ്ക്സിന് ഏതൊക്കെ എഴുതണം? ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, ഈ ക്യാപിറ്റലുകളൊക്കെ എഴുതിയിട്ട് അതിൽ നിന്ന് കോൾസ് അൺപെയ്ഡ് ലെസ് ചെയ്യുക, ഫോർഫീറ്റഡ് ഷെയർസ് ആഡ് ചെയ്യാം. അപ്പോൾ 3 ഹെഡ്സാണ് നമ്മുടെ ഈ ഒരു ഷെഡ്യൂൾ 1 ക്യാപിറ്റലിൽ വരുന്നത്. ഏതൊക്കെയാണ്? 1 ഫോർ നാഷണലൈസ്ഡ് ബാങ്ക്സ്, 2 ഫോർ ബാങ്ക്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, 3 ഫോർ അതർ ബാങ്ക്സ്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കറക്റ്റായിട്ട് ആ ഒരു ഷെഡ്യൂളിൻ്റെ അടിയിൽ വരണേന്ന്. അടുത്തതാണ് ഷെഡ്യൂൾ 2 ആണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഏതൊക്കെയാണ് വരിക? മൊത്തം 5 ഹെഡുകളാണ് വരുന്നത്. 1 സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, 2 ക്യാപിറ്റൽ റിസർവ്, 3 ഷെയർസ് പ്രീമിയം, 4 റവന്യൂ ആൻഡ് അതർ റിസർവ്സ്, 5 ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ റിസർവ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ 4 ഹെഡ്സിൻ്റെ അടിയിലും നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ്, അതിൻ്റെ കൂടെ അഡീഷൻസ് ഡ്യൂറിങ് ദ ഇയർ, അതിൽ നിന്ന് ഡിഡക്ഷൻസ് ഡ്യൂറിങ് ദ ഇയർ എന്നുള്ളത് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ആദ്യം തന്നെ എഴുതാം. എന്തെങ്കിലും അഡീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ അഡീഷൻസ് എഴുതാം. എന്തെങ്കിലും ഡിഡക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് വേണം നമ്മൾ കാണിക്കാൻ. ഈ 4 ഹെഡ്സിലും അത് എന്ത് ചെയ്തിരിക്കണം? കാണിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഷെഡ്യൂൾ 2 റിസർവ് ആൻഡ് സർപ്ലസിൽ വരുന്നത്. അടുത്തതാണ് ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റിലും ഈ പറഞ്ഞ പോലെ തന്നെ A, B എന്ന് തിരിച്ചിട്ടുണ്ട്. എയിൽ 3 ഹെഡുകളും ബിയിൽ 2 ഹെഡുകളാണ് വരുന്നത്. അപ്പോൾ എയിൽ ഫസ്റ്റിൽ വരുന്നത് എന്താണെന്ന് നോക്കാം. ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റുകളെല്ലാം നമ്മൾ ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റിലാണ് കാണിക്കുക. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഫ്രം ബാങ്കും ഉണ്ട്, ഫ്രം അതേഴ്സും ഉണ്ട്. ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ഉള്ളതാവാം ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏത് സ്ഥാപനങ്ങളിൽ നിന്നുള്ളതാവാം. സെക്കൻഡ് ആണ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റുകൾ. നമുക്കറിയാമല്ലോ, സേവിങ്സ് ബാങ്ക് ഒക്കെ ചിലർക്ക് ഉണ്ടായിരിക്കും ഡെപ്പോസിറ്റ്, FD ഒക്കെ ഉണ്ടായിരിക്കാം. അടുത്തതാണ് ടേം ഡെപ്പോസിറ്റ്. അതും ഈ പറഞ്ഞ പോലെ ഫ്രം ബാങ്ക് ആവാം, ഫ്രം അതേഴ്സ് ആയിരിക്കാം. ഓക്കെ, ബി സെക്ഷനിൽ വരുന്നതാണ് ഡെപ്പോസിറ്റ് ഓഫ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ, ഡെപ്പോസിറ്റ് ഓഫ് ബ്രാഞ്ചസ് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെ 2 എണ്ണമാണ് ബി സെക്ഷനിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ഷെഡ്യൂൾ 4 ബോറോയിങ്സ്. ബോറോയിങ്സും 2 ഹെഡുകളാണ്. ഫസ്റ്റ് ഹെഡ് ബോറോയിങ് ഇൻ ഇന്ത്യ, സെക്കൻഡ് ഹെഡ് ബോറോയിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് ഹെഡ് ബോറോയിങ് ഇൻ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതർ ബാങ്ക്സ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് കൂടി വരുന്നുണ്ട്. പിന്നെ 5th ഷെഡ്യൂളാണ് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. അതർ ലയബിലിറ്റി ആൻഡ് പ്രൊവിഷൻസിൽ ഏതൊക്കെ വരും? ബിൽസ് പേയബിൾ വരും, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരും, ഇൻട്രസ്റ്റ് അക്രൂഡ് വരും, അതേഴ്സ് ഇൻക്ലൂഡിങ് പ്രൊവിഷൻ കൂടി വരും. അതാണ് ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസിൽ വരുന്നത്. അടുത്തതാണ് ഷെഡ്യൂൾ 6. ഷെഡ്യൂൾ 6ൽ ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഷെഡ്യൂൾ 6. അതിൽ ഏതൊക്കെയാണ്
ഏതൊക്കെയാണ്? 2 ഹെഡാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ്, 2 ബാലൻസ് വിത്ത് RBI ഇൻ കറൻറ്റ് അക്കൗണ്ടും ഇൻ അതർ അക്കൗണ്ടും ഉണ്ട്. നെക്സ്റ്റ് ആണ് ഷെഡ്യൂൾ 7. ഷെഡ്യൂൾ 7 ഏതാണ്? ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അതിലും 2 ഹെഡുകളുണ്ട്. ഇൻ ഇന്ത്യയും ഉണ്ട്, ഔട്ട്സൈഡ് ഇന്ത്യയും ഉണ്ട്. ഇൻ ഇന്ത്യയിൽ ബാലൻസ് വിത്ത് ബാങ്ക് ഇൻ കറൻറ്റ് അക്കൗണ്ടും ഇൻ അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ടും. സെക്കൻഡ് വൺ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസിൽ വിത്ത് ബാങ്ക്സും വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഔട്ട്സൈഡ് ഇന്ത്യയിൽ വരുന്നതാണ് ഇൻ കറൻറ്റ് അക്കൗണ്ട്, ഇൻ അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ട്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. പിന്നെ ഷെഡ്യൂൾ 8 ആണ് പറയുന്നത്. ഷെഡ്യൂൾ 8 ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റുകൾ. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഷെഡ്യൂൾ 8ലാണ് വരിക. ഫസ്റ്റ് അതിനും 2 ഹെഡ്സ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യയിൽ വരുന്നത് ഏതൊക്കെയാണ്? ഗവൺമെൻറ് സെക്യൂരിറ്റികൾ, അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റികൾ, ഷെയറുകൾ, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, സബ്സിഡറീസ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, അതേഴ്സ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ വരുന്നതാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി ഇൻക്ലൂഡിങ് ലോക്കൽ അതോറിറ്റീസ്, സബ്സിഡറീസ് ആൻഡ് ഓർ ജോയിൻറ്റ് വെഞ്ചേഴ്സ് അബ്രോഡ്, അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇനി ഷെഡ്യൂൾ 9 ആണ് അഡ്വാൻസസ്. അഡ്വാൻസസിലും ABC എന്ന് പറഞ്ഞ 3 സെക്ഷനുകളുണ്ട്. അതിൽ A സെക്ഷനിൽ ബിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിൽ ഡിസ്കൗണ്ട് ആകുമ്പോൾ എന്തെങ്കിലും അഡ്വാൻസ് ഉണ്ട്. ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ലോൺസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്, ടേം ലോൺസ്, അതൊക്കെയാണ് Aയിൽ വരിക. Bയിൽ വരുന്നത് സെക്യൂർഡ് ബൈ ടാൻജിബിൾ അസറ്റ്, കവേർഡ് ബൈ ബാങ്ക്, ഗവൺമെൻറ് ഗ്യാരണ്ടി, അൺസെക്യൂർഡ്. Cയിൽ 2 ഹെഡാണുള്ളത്. അഡ്വാൻസസ് ഇൻ ഇന്ത്യ, അഡ്വാൻസസ് ഔട്ട്സൈഡ് ഇന്ത്യ. അഡ്വാൻസസ് ഇൻ ഇന്ത്യയിൽ പ്രയോറിറ്റി സെക്ടേഴ്സ്, പബ്ലിക് സെക്ടർ, ബാങ്ക്, അതേഴ്സ്. അഡ്വാൻസസ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഡ്യൂ ഫ്രം ബാങ്ക്സ്, ഡ്യൂ ഫ്രം അതേഴ്സ്, ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, സിഗ്നിഗേറ്റഡ് ലോൺസ്, അതേഴ്സ്. ഇനി ഷെഡ്യൂൾ 10 ആണ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് നമുക്കറിയാം 2 ഹെഡുകളാണുള്ളത്. പ്രിമൈസസും അതർ ഫിക്സ്ഡ് അസറ്റും. പ്രിമൈസസിൽ അറ്റ് കോസ്റ്റ് ആസ് ഓൺ 31st മാർച്ച് ഓഫ് പ്രിസൈഡിങ് ഇയർ. അതായത് 31st മാർച്ചിലുള്ള കഴിഞ്ഞ ഇയറിൽ 31st മാർച്ചിലുള്ള കോസ്റ്റ് എഴുതുക. അതിൽ നിന്ന് അഡീഷൻസ്, ആ ഇയറിൽ എന്തെങ്കിലും അഡീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഡിഡക്ഷൻസ് ലെസ് ചെയ്യുക, എന്നിട്ട് ഡിപ്രസേഷൻ ടു ഡേറ്റ് കാണുക. പിന്നെ അതർ ഫിക്സ്ഡ് അസറ്റും ഇതുപോലെ തന്നെ അറ്റ് കോസ്റ്റ് ഓൺ 31st മാർച്ച്, അഡീഷൻസ്, ഡിഡക്ഷൻസ്, ഡിപ്രസേഷൻ. ഈ അതർ ഫിക്സ്ഡ് അസറ്റിലാണ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഷെഡ്യൂൾ 11 ആണ് അതർ അസറ്റ്. അതർ അസറ്റിൽ ഏതൊക്കെ വരും? ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, സ്റ്റേഷനറി സ്റ്റാമ്പ്സ്, നോൺ ബാങ്കിങ് അസറ്റ് അക്വേർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിംസ്, അതേഴ്സ്. ഇനി ലാസ്റ്റ് ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 12 കണ്ടീജൻ ലയബിലിറ്റി. കണ്ടീജൻ ലയബിലിറ്റി ഏതൊക്കെയാണ്? ക്ലെയിം എഗൻസ്റ്റ് ദ ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്, ലയബിലിറ്റി ഫോർ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്റ്റുകൾ, ഗ്യാരണ്ടി ഗിവൺ ഓൺ ബിഹാഫ് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ, ആക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ, അതർ ഐറ്റം ഫോർ വിച്ച് ദ ബാങ്ക് ഇസ് കണ്ടീഷൻലി ലയബിൾ. അപ്പോൾ അങ്ങനെയാണ് ഈ 12 ഷെഡ്യൂളുകൾ വരുന്നത്. ഇനി മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഏതൊക്കെ ഹെഡുകളാണ് നമ്മുടെ ഷെഡ്യൂളുകളിൽ വരുന്നത്, എന്തെല്ലാമാണ് ഷെഡ്യൂളിലുള്ളതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ച് മൊത്തം നമുക്ക് കാണാതെ പഠിക്കാനായിട്ട് പറ്റുമോ? ഇല്ല, കാരണം ഒരുപാടുണ്ട്. നമുക്ക് പിന്നെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ബാലൻസ് ഷീറ്റിൽ അങ്ങനെയല്ല, 12 ഷെഡ്യൂളുണ്ട്. ഈ 12 ഷെഡ്യൂളിൻ്റെ അകത്തും ഒരുപാട് ഹെഡ്സായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം പ്രോബ്ലം ചെയ്യും തോറും നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇന്ന സാധനം ഇന്ന ഹെഡിലാണ് വരിക. അത് നമ്മൾ ചെയ്ത് പഠിക്കും. കാണാതെ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ എപ്പോഴും പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.